എന്താണ് ഈ പറഞ്ഞതിൻ്റെ ആശയം? ഈ പറഞ്ഞതിൻ്റെ ആശയം ചുരുക്കുകയാണ് ഞാൻ, ഓർമ്മിക്കാൻ വേണ്ടി സംഗ്രഹിക്കുകയാണ് ഞാൻ. എന്താണ് ആ പറഞ്ഞ ആശയം എന്നറിയോ? മനുഷ്യർ ജന്മന ജനിച്ചു പോയ നാടുകളുടെ പേരിൽ, അല്ലെങ്കിൽ അവൻ്റെ പ്രകൃതിയുടെ പേരിൽ, സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ അനൈക്യങ്ങളോ വ്യത്യാസങ്ങളോ ഉണ്ടാവാം. അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ മനുഷ്യൻ മാറ്റി വരക്കുന്ന അതിർത്തികൾ, അതാണ് രാജ്യത്തിൻ്റെ അതിർത്തികൾ എന്നത്. ഇന്ത്യയുടെ, പാകിസ്ഥാൻ്റെ, ബംഗ്ലാദേശിൻ്റെ, ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും അതിർത്തികൾ കാലാകാലങ്ങളിൽ പുതുതായി വരക്കപ്പെട്ടതാണ്. ആ മാറ്റി നിർവചിക്കപ്പെടുന്ന അതിർവരമ്പുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു തത്വത്തെ ഇസ്ലാം എതിർക്കുന്നു. മനുഷ്യ സ്നേഹമെന്ന് പറയുന്ന വികാരത്തെ ഉയർന്ന നിലയിൽ പഠിപ്പിക്കുകയും ഉയർത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ സങ്കുചിതമായ ഒരു വികാരത്തിലുള്ള ദേശീയ ബോധമില്ലേ, ദേശസ്നേഹമില്ലേ, അതിനെ പരിപൂർണമായി നിരാകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മനുഷ്യനെ സ്നേഹിക്കണം. ഇന്നലെ വരെ ഉണ്ടായിരുന്ന അതിരുകൾ യുദ്ധങ്ങളുടെയോ മറ്റ് സാഹചര്യങ്ങളുടെയോ മാറ്റി വരക്കപ്പെടുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായ സുഹൃത്തുക്കൾ നാളെ മുതൽ ശത്രുക്കളായി മാറാൻ പാടില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്നതിന് വിരോധമില്ല. പക്ഷെ പുതിയ ശത്രുതകളോട് എടുക്കാൻ പാടില്ല. അതിരുകളുടെ പേരിലാണോ മനുഷ്യൻ സ്നേഹിക്കേണ്ടത്? ഈ അർത്ഥത്തിലാണോ ദേശസ്നേഹം എന്ന പദം ഉപയോഗിക്കുന്നത്? ഈ അർത്ഥത്തിലാണോ ദേശീയ ബോധം എന്ന് ഉപയോഗിക്കുന്നത്? എങ്കിൽ ആ പദത്തോട് അലർജിയാണ്, ആ പദത്തോട് വെറുപ്പാണ്, ആ ആശയത്തോടും വെറുപ്പാണ്. നേരെ മറിച്ച് ഈ വിശ്വാസത്തെ, ഈ ആശയത്തെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന് കണക്കാക്കപ്പെടുന്ന ഒരു മാനദണ്ഡം, ഒരു രൂപരേഖ എന്ന അർത്ഥത്തിലാണെങ്കിൽ അതിനെ അംഗീകരിക്കാനും തയ്യാറാണ്. ഞാൻ ആവർത്തിക്കാം ഒന്നുകൂടി ബാക്കി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം. ഈ പറയുന്ന വിശുദ്ധ ഖുർആന്റെ ആശയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മനുഷ്യർ കണ്ട, മനുഷ്യ ജന്മം ഉടലെടുത്തവരുടെ കൂട്ടത്തിൽ ഇത്രമാത്രം പരിപൂർണരായ ഒരു വ്യക്തിയെ വായിച്ചു നോക്കിയിട്ട് പരിചയപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ അവസ്ഥ. അത് മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, സത്യമായിട്ടും അവസ്ഥയാണ്. അദ്ദേഹം ജീവിതത്തിൽ ഇത് പറയുക മാത്രമല്ല, വ്യക്തമായ രേഖ കാണിച്ചു തരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ വർഗവ്യത്യാസങ്ങളില്ല, വർണ്ണവ്യത്യാസങ്ങളില്ല, രാജ്യത്തിൻ്റെ അതിർത്തികളുടെ വ്യത്യാസങ്ങളില്ല. അതിരുകൾ കടന്ന സ്നേഹം നിലനിർത്തി. എത്യോപ്യയിലെ താൻ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരെ തയ്യാറായി പഠിപ്പിച്ചു അനുയായികളോട്. പേർഷ്യയിൽ നിന്ന് വന്ന സൽമാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങ് ആഫ്രിക്കയിലെ ഏതോ കാട്ടിൽ നിന്ന് വന്ന, ഒരു ഉൾപ്രദേശത്ത് വന്ന ബിലാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടൊപ്പം ഒരുമിച്ച് നടക്കാറുണ്ടായിരുന്നു, ജീവിക്കാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ആ അനുചരന്മാരിൽ അതുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മുഴുവൻ, അദ്ദേഹം പഠിപ്പിച്ച വചനങ്ങളിൽ മുഴുവൻ അതാണ് നിലനിന്നത്. ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവ് ഒരു പ്രദേശത്ത് വന്നിട്ട് ആ നാട്ടുകാർക്ക് വേണ്ടി വാദിക്കാതെ മരിച്ചു പോയിട്ടുണ്ടോ? ഇന്ത്യക്കാരൻ്റെ മഹിമ പറയാതെ ഏതെങ്കിലും ഒരു ഭാരതീയ നേതാവ് കഴിഞ്ഞുപോയോ? അമേരിക്കക്കാരൻ്റെ പോരിശ പറയാതെ ഏതെങ്കിലും ഒരു അമേരിക്കൻ നേതാവ് കടന്നുപോയോ? അതാ ലോകനീതി. പക്ഷെ പ്രവാചകന്റെ വചനം കേൾക്കണം. കുല്ലുക്കും മിൻ ആദം വആദമിൻ തുറാബ്. നിങ്ങളെല്ലാവരും ആദമിൻ്റെ മക്കളാണ്. ആദമോ മണ്ണിൻ്റെ സന്തതിയും, മണ്ണിൽ നിന്നുണ്ടായതാ. ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ. ഒരു അറബി സംസാരിക്കുന്നവന്, ഒരു അറബി വംശജന് ഒരു മഹത്വവും കൽപ്പിക്കണം. കുല്ലുക്കും മിൻ ആദം വആദമിൻ തുറാബ്. നിങ്ങളെല്ലാവരും ആദമിൻ്റെ മക്കളാണ്. ആദമോ മണ്ണിൻ്റെ സന്തതിയും, മണ്ണിൽ നിന്നുണ്ടായതാ. ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ. ഒരു അറബി സംസാരിക്കുന്നവന്, ഒരു അറബി വംശജന് ഒരു മഹത്വവും കൽപ്പിക്കേണ്ടതില്ല അനറബി സംസാരിക്കുന്നതിനേക്കാളേറെ. ഇല്ല ബിത്തഖ്വ, അവൻ്റെ ജീവിതത്തിലെ സൂക്ഷ്മത കൊണ്ടല്ലാതെ. പ്രവാസ ജീവിതത്തിൽ വിവിധ തരങ്ങളിൽപ്പെട്ട അറബികളായ സഹോദരങ്ങളുമായി ഇടപഴകേണ്ടി വന്ന നാം ഈ വചനത്തിൻ്റെ ആഴം തൊട്ടറിഞ്ഞവരാ. ഞങ്ങൾ അറബി നാഷണാലിറ്റിയിൽപ്പെട്ടവരാണ്, അറബി ദേശീയതയിൽപ്പെട്ടവരാണ്, ഞങ്ങൾ അതാണ് ഇതാണ്, നീ ഹിന്ദിയാണ്, നീ പാകിസ്ഥാനിയാണ്, നീ ബംഗാളിയാണെന്ന് ചിന്തിക്കുന്ന വിവരം കുറഞ്ഞ ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. വിവരം കുറഞ്ഞവർ, എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്തവർ. അവർക്ക് നേരെ ആ പ്രവാചകൻ താനൊരു അറബി വംശത്തിൽപ്പെട്ടവനാണെന്നതൊരു മഹിമയായി എടുത്തു പറയരുത്. അറബി സംസാരിക്കാത്തവനേക്കാളേറെ തനിക്ക് ജീവിതത്തിലുള്ള സൂക്ഷ്മതയുണ്ടോ, താൻ പറഞ്ഞോളൂ, താൻ മെച്ചപ്പെട്ടവനാണ് എന്ന്.
കർമ്മങ്ങൾ കൊണ്ട് സാവധാനത്തിലായവനെ തറവാട് മഹിമ കൊണ്ട് മുന്നോട്ട് വേഗത്തിലാക്കാൻ ആർക്കും കഴിയില്ല. എന്തോ ഒരു രസകരമായ വാചകമാണത്. കർമ്മം കൊണ്ട് പതുക്കെയാണ് ആമയെപ്പോലെ അവൻ പോകുന്നുള്ളൂ എന്ന് വെച്ചാൽ കർമ്മങ്ങളൊക്കെ കുറവാ, മോശമാ. പക്ഷെ ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവനാ, തറവാട്ടിൽപ്പെട്ടവനാ, ദേശത്തിൽപ്പെട്ടവനാ, അതുകൊണ്ട് ആർക്കും ഒരു മഹിമയും ഇല്ലടോ എന്ന് ചൊല്ലി പഠിപ്പിച്ചെന്നാ പ്രവാചകൻ പോയത്. പ്രവാചകൻ മാത്രമോ? പിൽക്കാലത്ത് 1924 വരെ മാറി മാറി നിലനിന്ന ലോകത്തെ നയിച്ച, മുസ്ലിങ്ങളെ മാത്രമല്ല ലോകത്തെ നയിച്ച ഖിലാഫത്തുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക്. മുസ്ലിങ്ങളാണ് ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നത്. ഉമവിയ റാഷിദികളായിരിക്കാം, അല്ലെങ്കിൽ ഉമവിയ ആയിരിക്കാം, അബ്ബാസി ആയിരിക്കണം, മംലൂക്കികളായിരിക്കാം, ഉസ്മാനികളായിരിക്കാം, ആരോ ആവട്ടെ, ലോകത്തിൻ്റെ നിയന്ത്രണം വരെ കയ്യിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തെ മുസ്ലിം ചരിത്ര ഭരണാധികാരികളെ പഠിച്ചിട്ട് അവർ ഭരിക്കുന്ന നാട്ടിലെ ജനങ്ങൾക്കിടയിലുള്ള ജാതീയതയോ വംശീയതയോ ഊതി വീർപ്പിച്ച് ആളുകളെ തമ്മിൽ അകറ്റി നിർത്തി തമ്മിലടിപ്പിച്ചിട്ട് അതിലൂടെ തൻ്റെ അധികാരം നിലനിർത്തിയ ഒരൊറ്റ ഭരണാധികാരിയുടെ പേര് പറയാൻ സാധിക്കുമോ? ഇതൊരു വെല്ലുവിളിയാണ്. ചരിത്രമറിയാവുന്നതിന് മുമ്പിൽ മുസൽമാന് ചോദിക്കാനുള്ളൊരു വെല്ലുവിളി. താൻ ഭരിക്കുന്ന നാട്ടിൽ വിവിധ തരത്തിലുള്ള ജനങ്ങൾ, വിവിധ മതവിഭാഗക്കാരായ ആളുകൾ, വിവിധ ജാതിയിൽ, വിവിധ തൊഴിലിൽ, വിവിധ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ ജീവിക്കുമ്പോൾ ആ ആളുകൾക്കിടയിൽ ഭിന്നതയും അകൽച്ചയും ഉണ്ടാക്കി തീർത്ത്, വരുത്തി തീർത്ത്, ആ ശ്രമങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തൻ്റെ അധികാര കസേല കൊണ്ടു നടന്ന, സ്ഥാപിച്ചെടുത്ത, നിലനിർത്തിയ ഒരൊറ്റ ഭരണാധികാരി മുസ്ലിം ചരിത്രത്തിലില്ല. ഇന്നേ വരെ നിങ്ങളും കേട്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല. അവർക്ക് സാധിക്കുമായിരുന്നില്ല വേണമെങ്കിൽ? ഇല്ല. പകരം വിവിധ മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ജാതിയുടെയും സഭയുടെയും പേരിൽ ശണ്ട കൂടാൻ ഒരുമ്പെട്ടപ്പോൾ അവിടങ്ങളിൽ മധ്യസ്ഥം പറഞ്ഞ് സ്നേഹത്തിൻ്റെ വശങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ മാത്രമേ, അത് പലപ്പോഴും അവരുടെ സ്വന്തം അധികാര കസേരകൾക്ക് നാശമായി വഹിക്കുമെന്നറിഞ്ഞിട്ടുകൂടി അവർ ആ മാർഗത്തിലാണ് മുന്നോട്ട് പോയത്. ലോകത്ത് അടിമകളെ രാജഭരണമേൽപ്പിച്ച ഒരു തലമുറയെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അടിമകൾ, അതെന്താ സംഭവം എന്നറിയോ നിങ്ങൾ? ഇന്നിപ്പോൾ നിങ്ങൾ അറബി സഹോദരങ്ങളെ കാണാറില്ലേ? ദരിദ്രരായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി ചെറിയ കുട്ടികളെ വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് കുതിരയോട്ടത്തിനും ഒട്ടകയോട്ടത്തിനുമൊക്കെ മുകളിലിരുത്തുന്ന ഇപ്പോൾ വിരോധിക്കപ്പെട്ടൊരു സമ്പ്രദായം. ഇതുപോലെ പണ്ട് കാലത്ത് മുസ്ലിങ്ങൾ ചെയ്തൊരു സമ്പ്രദായമുണ്ട്. എന്താണെന്നറിയോ? ദൂരദിക്കുകളിൽ പോയി ദരിദ്രന്മാരായ ആളുകൾ പണ്ട് കുട്ടികളെ വിൽക്കാൻ പണ്ടേ തയ്യാറാണ്. മുന്നിൽ കടന്ന് തൻ്റെ മകൻ, തൻ്റെ മകൾ ആഹാരം ലഭിക്കാതെ ചത്ത് പിടയുന്നത് കാണുന്നതിനേക്കാളേറെ നല്ലത് എവിടെയെങ്കിലും പോയി ജീവിക്കുന്നുവെങ്കിൽ ആവട്ടെ എന്നതായിരുന്നു അവരുടെ ചിന്ത. സത്യം, ഞാൻ അടിമത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. അതൊരു കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഞാൻ പറയട്ടെ ഒരു വാക്കുകൂടി. ആ ആഫ്രിക്കയിൽ നിന്ന് നിങ്ങൾ കാണുന്നില്ലേ കുറേ ദാരിദ്ര്യത്തിൻ്റെ ചിത്രം? എല്ലും തോലുമായി വെറും തലയോട്ടിയായ മക്കളെയും വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന കുറേ ഉമ്മമാർ. ആ ഉമ്മമാരെ വക്കൽ പണം കൊടുത്തിട്ട് നിങ്ങളെ മകനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി വളർത്താമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ അമ്മ മകനെ ഏൽപ്പിക്കും. ആ ഉമ്മാൻ്റെ മനസ്സിലെ വികാരം എന്താണെന്നറിയോ? ഞാൻ നൊന്തുപറ്റ മകൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ കൺമുന്നിൽ വെച്ച് പെടഞ്ഞ്